ഹരേ കൃഷ്ണ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് യോഗിനി ഏകാദശിയെ പറ്റി മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് വരെ എനിക്ക് നൽകിയ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. യോഗിനി ഏകാദശി വരുന്നത് ശനിയാഴ്ച ജൂലൈ 10 വിഷ്ണു ഭഗവാന്റെ മറ്റൊരു നാമമായ ശ്രീനാരായണനെയാണ് യോഗിനി ഏകാദശി നാളിൽ ആരാധിക്കുന്നത്. ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് സകല പാപങ്ങളിൽ നിന്നും, ഉദാഹരണത്തിന് അരയാൽ മരം മുറിക്കുന്നത് പോലുള്ള പാപങ്ങളിൽ നിന്നും മോചനവും പാപ പരിഹാരവും ലഭിക്കുന്നു. ഏതെങ്കിലും ശാപത്തിൻ്റെ ദോഷഫലങ്ങൾ ഇല്ലാതാക്കാനും ഈ വ്രതം സഹായിക്കുന്നു. ശരീരത്തിലെ സകല രോഗങ്ങളെയും അകറ്റി ഉത്തമ ഗുണങ്ങളോടും മഹത്വത്തോടും കൂടി ആരോഗ്യമുള്ളവനും സുന്ദരരുമായി തീരാൻ ഈ ഏകാദശി വ്രതം സഹായിക്കുന്നു. യോഗിനി ഏകാദശി വ്രതാനുഷ്ഠാന രീതി. അത്യന്തം ഫലപ്രദമായ ഒരു വ്രതമാണിത്. ഇതിൻ്റെ അനുഷ്ഠാന രീതി താഴെ പറയുന്നവയാണ്. 1. വ്രതനിയമങ്ങൾ തലേ ദിവസം തന്നെ ആരംഭിക്കുന്നു. ദശമി നാളിലെ രാത്രിയിൽ ബാർലി, ഗോതമ്പ്, ചെറുപയർ എന്നിവ ഉപയോഗിച്ചുണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്തർ കഴിക്കാൻ പാടില്ല. 2. ഏകാദശി നാളിൽ ഉപ്പടങ്ങിയ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ദശമി രാത്രിയിലും ഉപ്പ് ഒഴിവാക്കണം. 3. ഏകാദശി നാളിൽ അതിരാവിലെ കുളിച്ച് ശുദ്ധിയായ ശേഷം വ്രതാനുഷ്ഠാനത്തിനുള്ള പ്രതിജ്ഞ എടുക്കണം. 4. അതിനുശേഷം കലശ സ്ഥാപനം നടത്തണം. കലശത്തിന് മുകളിൽ വിഷ്ണു ഭഗവാന്റെ വിഗ്രഹം സ്ഥാപിച്ച് ആരാധിക്കണം. രാത്രിയിൽ ഭജനയോ ജാഗരണയോ നടത്തണം. 5. ദശമി രാത്രിയിൽ ആരംഭിക്കുന്ന ഈ വ്രതം ദ്വാദശി നാളിൽ ദാനധർമ്മങ്ങൾ ചെയ്തതിന് ശേഷമാണ് അവസാനിക്കുന്നത്. യോഗിനി ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യം. ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരുന്ന ഈ വ്രതം 3 ലോകങ്ങളിലും പ്രശസ്തമാണ്. ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ 88,000 ബ്രാഹ്മണർക്ക് അന്നദാനം ചെയ്യുന്നതിന് തുല്യമായ പുണ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. യോഗിനി ഏകാദശി വ്രതകഥ. പുരാതന കാലത്ത് അൽകാപുരി നഗരത്തിൽ കുബേര രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഹേമൻ എന്നൊരു പൂമാലക്കാരൻ താമസിച്ചിരുന്നു. ശിവഭക്തർക്കായി മാനസ സരോവറിൽ നിന്ന് ദിവസവും പൂക്കൾ കൊണ്ടുവരിക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. ഒരു ദിവസം ഭാര്യയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചതിനാൽ പൂക്കൾ കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിന് അല്പം വൈകിപ്പോയി. അദ്ദേഹം കൊട്ടാരത്തിൽ വൈകിയാണ് എത്തിയത്. ഇതിൽ കുലുപിതനായ കുബേരൻ അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം പിടിപെടട്ടെ എന്ന് ശപിച്ചു. ശാപബാധിതനായി അലഞ്ഞു നടന്ന അദ്ദേഹം ഭാഗ്യവശാൽ ഒരു ദിവസം മാർക്കണ്ഡേയ മഹർഷിയുടെ ആശ്രമത്തിലെത്തിച്ചേർന്നു. തൻ്റെ സിദ്ധികൾ ഉപയോഗിച്ച് ആ അവസ്ഥയുടെ കാരണം മനസ്സിലാക്കിയ മുനി യോഗിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ അവനോട് നിർദ്ദേശിച്ചു. ആ വ്രതത്തിൻ്റെ ഫലമായി ഹേമൻ്റെ കുഷ്ഠരോഗം മാറുകയും അവന് മോക്ഷം ലഭിക്കുകയും ചെയ്തു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.